ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ മോളിവുഡിലെ ഈ ഫെബ്രുവരി മാസത്തിലെ ഏറ്റവും വലിയ സിനിമയായ ബിഗ് ബഡ്ജറ്റ് സിനിമ കൂടിയ പാൻ ഇന്ത്യൻ സിനിമ കൂടിയായ ഹൊറർ ത്രില്ലർ ബിഗ് ബഡ്ജറ്റ് സിനിമ ബ്രഹ്മയുഗം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ബ്രഹ്മയുഗം എന്ന സിനിമ രാഹുൽ സദാശിവത്തിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന സിനിമയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ സിനിമയെ ബിഗ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ആ ബിഗ് ബഡ്ജറ്റ് എന്ന് പറയല് സിനിമയ്ക്ക് വലിയ ബഡ്ജറ്റ് തന്നെയില്ല, 10 കോടിയിൽ താഴെ മാത്രമേ ബഡ്ജറ്റ് ഉള്ളൂ എന്നൊക്കെ ആരാധകർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമായിരുന്നു. എന്നാൽ ബ്രഹ്മയുഗം എന്ന സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ചുള്ള നമ്മുടെ നിരീക്ഷണം തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് സിനിമയുടെ ഒഫീഷ്യൽ ബഡ്ജറ്റ് ഫിഗേഴ്സ് എന്ന സിനിമയുടെ നിർമ്മാതാവ് പുറത്തുവിട്ടതിലൂടെ വ്യക്തമാകുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഘട്ടത്തിൽ തന്നെ, അതായത് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിൽ തന്നെ 25 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സാധാരണ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ പ്രിന്റിംഗ് എക്സ്പെൻസും അതോടൊപ്പം തന്നെ സിനിമയുടെ മറ്റു വർക്കുകളെല്ലാം തന്നെ പൂർത്തിയാകുമ്പോൾ ആ 25 കോടിക്ക് മുകളിലേക്ക് സിനിമയുടെ ബഡ്ജറ്റ് വരാനുള്ള സാധ്യതകളുള്ളൂ. ഇപ്പോഴത്തെ അത് ശരിവയ്ക്കുന്ന രീതിയിൽ 27 കോടി 73 ലക്ഷമാണ് ബ്രഹ്മയുഗം ബഡ്ജറ്റ്. അത് പബ്ലിസിറ്റി കൂടാതെയുള്ള ബഡ്ജറ്റ് ആണ് എന്നാണ് സിനിമയുടെ നിർമ്മാതാവ് ഇന്ന് എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. പബ്ലിസിറ്റി കൂടാതെയുള്ള ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകളെല്ലാം തന്നെ, ഓഫ്ലൈൻ പ്രൊമോഷൻ എല്ലാം തന്നെ, വിദേശത്തടക്കമുള്ള പ്രൊമോഷൻ എല്ലാം തന്നെ ഇനി നടക്കാനായിട്ടിരിക്കുന്നതേ ഉള്ളൂ. ആ പബ്ലിസിറ്റി എക്സ്പെൻസ് എല്ലാം തന്നെ നോക്കുമ്പോൾ തന്നെ സിനിമയ്ക്ക് ഏകദേശം ഒരു 30 കോടിക്കടുത്ത് ഫൈനൽ ബഡ്ജറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മമ്മൂക്കയുടെ കണ്ണൂർ സ്കോഡിന്റെ അത്രത്തോളം ബഡ്ജറ്റിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും സമീപകാലത്തെ ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയാണ് ബ്രഹ്മയുഗം. അപ്പോൾ 30 കോടിയോളം ബഡ്ജറ്റ് വരികയാണെങ്കിൽ ബ്രഹ്മയുഗം തിയേറ്ററുകളിൽ വിജയിക്കാൻ എത്ര കോടി വേണമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണല്ലോ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ ഫെബ്രുവരി 15 റിലീസ് ചെയ്യുന്ന സിനിമ നമ്മുടെ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുകയാണെങ്കിൽ, പേടിപ്പെടുത്തുകയാണെങ്കിൽ, അതിലുപരി മമ്മൂട്ടി വിസ്മയിപ്പിക്കുകയാണെങ്കിൽ, ഒപ്പം തന്നെ സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് ഉറപ്പായിട്ടും ബ്രേക്ക് ഇവൻ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം തെറ്റില്ല എന്ന നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ പ്രതീക്ഷകൾ എന്ത്? അതിലുപരി നമ്മുടെ ഈ സിനിമയെക്കുറിച്ചുള്ള കളക്ഷൻ പ്രതീക്ഷ എന്തെന്നാൽ മെഗാസ്റ്റാറിന്റെ ആദ്യത്തെ 100 കോടി കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് ഈ പാൻ ഇന്ത്യൻ സിനിമ മാറുമെന്നാണ്. അപ്പോൾ അടുത്തയാഴ്ച മുതൽ സിനിമയെക്കുറിച്ച് പറയാനിരിക്കുന്ന സിനിമയുടെ കളക്ഷൻ എല്ലാം തന്നെ കേൾക്കാനായിട്ട് പ്രേക്ഷകർ കാത്തിരിപ്പിലല്ലേ? നാമും വളരെയധികം കാത്തിരിപ്പിലാണ്. ഇനി ബഡ്ജറ്റിനെ കുറിച്ച് ആശങ്കകളില്ലല്ലോ. സിനിമയുടെ നിർമ്മാതാവ് തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമയുടെ ബഡ്ജറ്റ് വിവരം. കാത്തിരിക്കൂ കൂടുതൽ വിവരങ്ങൾക്കായിട്ട്.